സാന്നിധ്യമുണ്ട്. ഇവിടെ എന്താ ലഭിക്കുന്നത്? സൗഖ്യമാണ്. ഇന്നത്തെ ലോകത്തിന് ആവശ്യം സൗഖ്യമാണ്. പല രീതിയിൽ ലോകം അന്ധകാരവൃതമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ സൗഖ്യം ആവശ്യമാണ്. അവൻ സൗഖ്യം നൽകി, ജീവനും ചൈതന്യവും നൽകി. അപ്പോൾ സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരമായി. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്ന് ഒരു പ്രാർത്ഥന, എ പ്രയർ. എന്താ പ്രാർത്ഥിച്ചത്? ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഒരു പ്രയറാണ്, പ്രാർത്ഥനയാണ്. നേരം വൈകി. ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം നമ്മളുടെ പക്കലില്ല. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കൊള്ളേണ്ടതിന് ഇവരെ പറഞ്ഞയക്കണം. നല്ല ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു പോയോ, ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു പോയോ, തീർച്ച ഇറ്റ് വിൽ ബി റിജക്റ്റഡ്. യേശു അതാണോ ചെയ്തത്? യേശു ഉടനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യേശു അവരോട് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അല്ലേ? അതല്ലേ ഉത്തരം? ശിഷ്യന്മാർ പ്രാർത്ഥിച്ചത് എന്താ? നേരം വൈകിയിരിക്കുന്നു, അതുകൊണ്ട് നീ ഇവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയച്ച് ഭക്ഷണം കൈക്കൊള്ളുവാൻ വിടണം. പക്ഷേ കർത്താവ് പറഞ്ഞു, നോ, അതല്ല, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ടോ? യെസ്, മറുപടിയുണ്ട്. വെയിറ്റ്, താമസമുണ്ട്. നോ, നോ. തീർച്ചയായും കർത്താവ് നോ പറയാൻ മടിക്കുന്നവനല്ല. അവൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നില്ല, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അതാ യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമേയുള്ളൂ. നോക്ക്, യേശുവിനോട് അവർ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് പരിമിതികൾ മാത്രമേയുള്ളൂ. വി ഹാവ് അവർ ലിമിറ്റേഷൻസ്. ഞങ്ങൾക്ക് പരിമിതികൾ മാത്രമേ ഉള്ളൂ. 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് തടിച്ചുകൂടിയിരിക്കുന്ന ഈ പുരുഷാരത്തിന്, ഈ ജനത്തിന് എന്തു ചെയ്യാൻ? Our resources are limited. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. Our resources are limited. 5 അപ്പവും 2 മീനും. അവൻ പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവരിക. ഇപ്രകാരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. പിന്നത്തെ വാക്യമാണ് എന്നെ കോരിത്തരിപ്പിക്കുന്നത്. എന്താ പിന്നെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കണം. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. നിങ്ങൾ കണ്ടോ? ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നിർജ്ജന പ്രദേശം, ഈ മരുഭൂമി, എവിടെയാ പുല്ല്? യേശു അപ്പം ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം, ആ അപ്പവും 2 മീനും ഇങ്ങ് കൊണ്ടുവരുവാൻ പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോടും ആ പുരുഷാരോടത്തും പറയുക, നിങ്ങൾ അവരെ പുല്ലിന്മേൽ ഇരിപ്പാൻ. അവർ പുല്ലിന്മേൽ ഇരിക്കണം അല്ലേ? ചുട്ടുപഴുത്ത മണൽത്തരികളുള്ള ആ മരുഭൂമിയിൽ ഇരിക്കാൻ അവർക്ക് പ്രയാസമാണ്. ഈ നിർജ്ജന പ്രദേശം, ചുട്ടുപഴുത്ത ഈ മണലിൽ ഇരിക്കാൻ അവർക്ക് പ്രയാസമാണ്. യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി എന്ന് അവിടെ സുവിശേഷകൻ എഴുതിയിരിക്കുന്നു. ശിഷ്യന്മാർ പറയുന്നത് ഇത് മരുഭൂമിയാണ്, ഈ ചുട്ടുപൊള്ളുന്ന മണൽത്തരിയിൽ ഇരിക്കുവാൻ ഇവർക്ക് സാധ്യമല്ല എന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് തന്നെ അവിടെ എന്തുണ്ടാക്കി? നേരത്തെ പുല്ലുള്ള സ്ഥലമാണോ അത്? അല്ല, അത് മരുഭൂമിയാണ്. എന്നാൽ ഈ മരുഭൂമിയെ പച്ചപ്പുൽ പ്രദേശങ്ങളാക്കി തീർത്തുകൊണ്ട് ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ഈ മണൽത്തരികളിൽ ഇരുന്നാൽ ഈ ജനം ചൂടനുഭവിക്കും. അത് പാടില്ല. അതിനുവേണ്ടി അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ്. ഇവർ പച്ച പുല്ലിന്മേൽ തന്നെ ഇരിക്കണം. ഇതാ കർത്താവിന്റെ പ്രത്യേകത. അവന്റെ അടുത്തേക്ക് വരുന്നവരെ അവൻ തള്ളിക്കളയുന്നവനല്ല. അവർ ചുട്ടുപഴുത്ത മണൽത്തരികളിൽ ഇരിക്കേണ്ടവരാണെങ്കിലും അവരെ പച്ചപ്പുൽ പ്രദേശങ്ങളിൽ ഇരുത്തുന്നവനാ. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നവനാ. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തത്. കണ്ടോ? ആണോ? എന്റെ കർത്താവ് എന്റെ ജീവിതത്തിനും സുരക്ഷിതത്വം നൽകിയവനാ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അവൻ സുരക്ഷിതത്വം നൽകിയവനാ. അതുകൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത്, അല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സന്തോഷിക്കണം. ചുട്ടുപഴുത്ത മണൽത്തരികളിൽ ഇരിക്കേണ്ട എന്റെ ജീവിതത്തെ പച്ചപ്പുൽ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തുവാൻ തക്കവണ്ണം ശക്തനായ എന്റെ യേശു എന്റെ ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നുവെന്ന് പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഹല്ലേലൂയ. ജനമുണരണം. ദൈവവചനത്തിന്റെ ശക്തി അതാണ്. കണ്ടോ? വീണ്ടുമുണ്ട്. ആ 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി കൊടുത്തതിന് ശേഷം എല്ലാവർക്കും കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത്, തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. സ്ത്രീകളെയും
സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടാതെയാണ്. നിങ്ങൾ നോക്ക്, ഈ കൺവെൻഷനിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടാതെ എത്ര പുരുഷന്മാർ? ആരാണ് അധികവും? മനസ്സിലായോ? അപ്പം അധിക സംഖ്യയുടെ ആ കണക്ക് കൂട്ടൽ ഇവിടെ ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പുരുഷന്മാർ 5000 എന്നേ എഴുതിയുള്ളൂ. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ശേഷിച്ചത് എന്ത് ചെയ്യണം? ആ ശേഷിച്ചത് എന്ത് ചെയ്യണം? ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. യേശുവിന് ഒന്നും ശേഷിപ്പിക്കുന്നത് ഇഷ്ടമല്ല. നോക്കിക്കോ, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഒരു അനുഭവമാ. ഒന്നും അവൻ ശേഷിപ്പിക്കില്ല. ക്രൂശിലെ അവന്റെ പരമ യാഗം പോലും ഇപ്രകാരമാണ് പറയുന്നത്, എല്ലാം പൂർണ്ണമായി. കണ്ടോ? ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഇനി എല്ലാം പൂർണ്ണമായി. ഈ എല്ലാം പൂർണ്ണമാക്കുന്ന യേശുക്രിസ്തുവിന്റെ ഈ അനുഭവം നിങ്ങൾ നോക്ക്. ഈ അവശേഷിപ്പുകൾ ഇത് വലിച്ചെറിയേണ്ടതാണ്. ആണോ? നമ്മളൊക്കെ ബാക്കി വന്നാൽ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? എന്തോ ചെയ്യും? മോനെ, കളയും അല്ലേ? എന്നാൽ ഇവിടെ യേശുക്രിസ്തു പറയുന്ന ഈ വാക്കിനും ഒരർത്ഥമുണ്ട്. ഒന്നും അവശേഷിപ്പിക്കുവാൻ പാടില്ല. ഒന്നിനെയും എഴുതി തള്ളുവാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ എന്തിനെയൊക്കെ എഴുതി തള്ളിയോ ആ എഴുതി തള്ളിയവരുടെയൊക്കെ ജീവിതം ഇന്ന് ലോകത്തിൽ ശക്തമായ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ടല്ലേ? അതുകൊണ്ടാ യേശു പറഞ്ഞത്, നിങ്ങൾ തള്ളിക്കളയുന്ന കല്ല് എന്തായിത്തീരും? മൂലക്കല്ലായിത്തീരും. ഒന്നിനെയും എഴുതി തള്ളുവാൻ പറ്റില്ല. നത്തിങ് ഈസ് ഇൻഡിസ്പെൻസബിൾ. ആരെയും ഒഴിച്ചു കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അവരെ വിലക്കി. യേശു എന്താ പറഞ്ഞത്? ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. നോക്കണം, ശിഷ്യന്മാർക്ക് ഈ കുഞ്ഞുങ്ങൾ അപ്രധാന്യതയുള്ളവരാ അല്ലേ? വലിയ പ്രാധാന്യതയൊന്നും ഇല്ല, അപ്രധാന്യതയാണ്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൽ വിലയേറിയവരാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. തള്ളിക്കളയുന്നതിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്നവനാ എന്റെ യേശു. ഇന്ന് ഇവിടെ ആരെങ്കിലും അങ്ങനെ ഭവനങ്ങളിൽ തള്ളപ്പെട്ടവരായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, എന്റെ യേശുവിന് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരാ. ഹല്ലേലൂയ! അവരാണ് പ്രിയപ്പെട്ടവർ. ഒന്നും തള്ളിക്കളയാൻ അവൻ അനുവദിക്കുന്നില്ല. അവൻ പ്രിയപ്പെട്ടവനാണ്. അത് കഴിഞ്ഞിട്ടാ ഈ മറ്റൊരു ഇവന്റ്. ആ ഇവന്റിൽ ശിഷ്യന്മാരെല്ലാവരും സന്തോഷിച്ച് നിൽക്കുകയാണ്. എന്താ?
5 അപ്പവും 2 മീനും അവന്റെ കയ്യിൽ കൊടുത്തത് അല്ലേ? പക്ഷേ അത് 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ കഴിച്ച് തൃപ്തിയാക്കി 12 കൊട്ട ബാക്കി നിറച്ചെടുത്ത അനുഭവം അവരുടെ കണ്ണിൻ മുൻപിൽ നിന്ന് അത് മാഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കര എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഏറ്റവും സുന്ദരമാണ്. ദിസ് ഷോർ ഓഫ് ദ റിവർ is so wonderful, so exciting, so marvelous. അത് വളരെ അനുഗ്രഹദായകമായ ഒരനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് മറുരൂപ മലയിൽ ചെല്ലുമ്പോഴും പത്രോസും യാക്കോബും യോഹന്നാനും പറയുന്നത്, ഞങ്ങൾ ഇവിടെ 3 കുടിലുണ്ടാക്കാം, 1 മോശയ്ക്ക്, 1 ഏലിയാവിന്, 1 നിനക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും, അല്ലേ? ഈ വലിയ അനുഗ്രഹമായ അനുഭവത്തിൽ അങ്ങ് കഴിയാം എന്നാണ് അവർ കരുതിയത്. ആ പ്രാർത്ഥനയും കർത്താവ് നിരസിച്ചു. നോക്കിക്കേ, എത്ര പ്രാർത്ഥനകളാണ് കർത്താവ് നിരസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിരസിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? മനസ്സിലാക്കിക്കോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ കർത്താവിന് ഇഷ്ടമല്ല. കർത്താവിന് എന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്, നമ്മെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതനുസരിച്ച് അവൻ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. This side of the river is so wonderful, exciting and marvelous one. പക്ഷേ യേശു അത് സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ മറുരൂപയിലെ അനുഭവത്തിന് മുൻപും ഇവർക്ക് ഒരനുഭവം ഉണ്ടായി, അല്ലേ? എന്താ യേശു പറയുന്നത്? 22-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ, ഉടനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. ഉടനെ, ഇമ്മീഡിയറ്റ്ലി. കർത്താവിന് അറിയാം ഈ ശിഷ്യന്മാരെ ഇനിയും ഇവിടെ നിർത്താൻ കൊള്ളത്തില്ല, അല്ലേ? കാരണം അവർ ഇനിയും അലസരായി പോകും. ഈ 5 അപ്പത്തിൻ്റെയും 2 മീനിൻ്റെയും അനുഭവം കണ്ട് തിളക്കമാർന്ന ആ അനുഭവങ്ങളുമായി നിൽക്കുമ്പോൾ ഇനിയും ഇവർ ജീവിതത്തിൻ്റെ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടവരാണ്. ഇവിടെ ഇനിയും ഇവരെ നിർത്തിയാൽ ആ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ തരുമ്പോഴും ആ അനുഭവങ്ങളിലൊക്കെ കർത്താവ് നമുക്ക് പുതിയ പാഠങ്ങൾ ചൊല്ലി തരികയാണ്. പുതിയ പുതിയ പാഠങ്ങൾ ചൊല്ലിത്തരുന്ന കർത്താവ് ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നിങ്ങൾ നോക്കിക്കേ, പുരുഷാരത്തെ പറഞ്ഞയച്ചു കഴിഞ്ഞില്ല, പുരുഷാരത്തെ പറഞ്ഞയച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവിനും ശിഷ്യന്മാർക്കും തനിയെ ഇരുന്ന് ഈ അനുഭവത്തിന്റെ സന്തോഷം പങ്കിട്ട് അവിടെ പൂർണ്ണമായി നിൽക്കണമെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ഒരവസരം ലഭിച്ചില്ല കേട്ടോ. ആ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്നെ ക്രിസ്തു ശിഷ്യന്മാരോട് നിർബന്ധിച്ചു. He compelled the disciples
to go on the other side of the river. മറുകരയിലേക്ക് പോകുവാൻ അവരെ നിർബന്ധിക്കുകയാണ്. പ്രിയ വിശ്വാസ സമൂഹമേ, ജീവിതത്തിലെ മറുകരയിലേക്ക് പോകുവാൻ അവൻ നിർബന്ധിക്കുന്നുണ്ട്. This side of the river is so wonderful, marvelous and excited one. വളരെ അനുഗ്രഹീതമാണ് ഈ സൈഡ്. വളരെ സന്തോഷം, വളരെ ആനന്ദം, ഇതൊക്കെ ഈ കര നൽകുന്നതാ. പക്ഷേ ഈ കരയും വിട്ട് നിങ്ങൾ മറുകരയിലേക്ക് പോകണമെന്ന് അവൻ നിർബന്ധിച്ചു. He compelled them to go to the other side of the river. അവൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല കേട്ടോ. അവന്റെ മുൻപിൽ നോ പറയാൻ പറ്റില്ല. എന്താണോ അവൻ തരുന്നത് അത് സ്വീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. രോഗമാണോ? രോഗം. സാമ്പത്തിക തകർച്ചയാണോ? അതെങ്കിൽ അത്. ജോലിയിലെ പ്രയാസങ്ങളാണോ? അതെങ്കിൽ അത്. മക്കളുടെ വളർച്ചയെക്കുറിച്ചുള്ളതാണോ? അതെങ്കിൽ അത്. എന്ത് പ്രതികൂലവും ജീവിതത്തിൽ ഭവിച്ചാൽ അതൊക്കെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി കർത്താവിന് ഹല്ലേലൂയ പാടാൻ മാത്രമേ നമുക്ക് കഴിയൂ കേട്ടോ. അങ്ങനെ ഹല്ലേലൂയ പാടിയവർ ജീവിതത്തിൽ പിന്നീട് സന്തോഷിക്കും കേട്ടോ. നോക്കിക്കേ, അവർ മറുകരയിലേക്കുള്ള യാത്രയാണ്. എന്തിനാ ഈ മറുകരയിലേക്കുള്ള യാത്ര കൊടുത്തത്? ടീച്ചിങ് ദം ടു എക്സ്പീരിയൻസ് ദി അതർ സൈഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിന്റെ അപ്പുറവും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ അനുഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കണ്ട 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അനുഭവം മാത്രമല്ല ജീവിതം. ഇതിനപ്പുറത്ത് വേറൊരു അനുഭവം കൂടിയുണ്ട്. യു ഗോ, നിങ്ങൾ പോകണം. Teaching them to experience the other side of the human life. പോകുകയാണ്. ആ പോകുന്ന സമയത്ത് കർത്താവ് എന്തു ചെയ്തു? അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. Prayer is essential in the ministry of Jesus. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലെ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമാണ് പ്രാർത്ഥന, തന്റെ പിതാവുമായുള്ള ബന്ധം. ഈ നിർജ്ജന പ്രദേശത്തേക്ക്, ഈ മരുഭൂമിയിലേക്ക് കടന്നു വന്നതും ഈ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. പുരുഷാരത്തെ പറഞ്ഞയച്ചതിനു ശേഷം അവൻ പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. The prayer is the power of the ministry of Jesus. The prayer is the power of our life. Prayer is the power of our faith journey. നമ്മുടെ വിശ്വാസ യാത്രയിൽ ഈ പ്രാർത്ഥനയാണ് ശക്തി എന്ന് നാം തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്ന ജനസമൂഹമായിരിക്കും, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, പ്രാർത്ഥിക്കുന്ന ഭവനം, പ്രാർത്ഥിക്കുന്ന ഇടവക, പ്രാർത്ഥിക്കുന്ന സഭ എവിടെയുണ്ടോ അവിടെയൊക്കെ ജീവിതത്തെ ശക്തിയോടുകൂടെ മുൻപോട്ട് നയിക്കപ്പെടുവാൻ കഴിയും. എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ അതിന്റെ മുൻപിലൊക്കെ ശക്തമായി മുൻപോട്ട് പോകുവാൻ കഴിയും. പ്രാർത്ഥനയുണ്ടാകണം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന നിങ്ങൾ ഒരു ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 43-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ?
ലൂക്കോസ് 22:43. എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. എപ്പോഴാ പ്രത്യക്ഷനായത്? അവൻ ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുകയാണ്. യാക്കോബും യോഹന്നാനും ഒക്കെ അവിടെയുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഹൃദയവ്യഥയിലാണ്. അവന്റെ രക്തം, അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. ആത്മസംഘർഷങ്ങൾ അവനെ വളരെയധികം മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പ്രാർത്ഥിക്കുകയാണ്. തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പിതാവായ ദൈവം അയക്കുകയാണ്. എന്റെ പ്രാർത്ഥിക്കുന്ന മകൻ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. എന്റെ പ്രാർത്ഥിക്കുന്ന മകൻ ഒരിക്കലും ക്ഷീണിക്കരുത്, തളരരുത്. അവനെ കരുതുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവനെ ശക്തിപ്പെടുത്തുവാൻ. പ്രിയ വിശ്വാസ സമൂഹമേ, ജീവിതത്തിൽ എന്തും വരട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ദൂതനെ അവൻ അയക്കും. നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. ആ ശക്തിയുടെ അനുഭവത്തിലാണ്. നോക്ക്, വീണ്ടും ആ ഭാഗം വായിച്ച് മുൻപോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത്, ഫിസിക്കലി the boat is away from Jesus. Physically, the boat is away from Jesus, but his eyes are upon him. ഇതാണ് അതിൻ്റെ സൗന്ദര്യം. ഭൗതികമായി പറഞ്ഞാൽ യേശു ഇരിക്കുന്ന സ്ഥലവും ഇപ്പോൾ ബോട്ടായിരിക്കുന്ന സ്ഥലവും തമ്മിൽ വളരെ ദൂരമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി അല്ലേ? ബോട്ട് ഈസ് away from Jesus physically, but his eyes are upon them. അവന്റെ കണ്ണുകൾ അവരുടെ മേലാണ്. നോക്ക്, മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. മതി. എന്താ? അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഞാൻ പറഞ്ഞു, ഫിസിക്കലി the boat is away from Jesus, but his eyes are upon them. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് ആര് കണ്ടു? യേശു കണ്ടു. എവിടെ നിന്ന്? മരുഭൂമിയിലെ മലമുകളിൽ നിന്ന്. പടക് കരവിട്ട് പല നാഴിക ദൂരത്താണ്. എന്റെ ദൈവജനമേ, ഇത് നാം ഒന്ന് അനുഭവമാക്കണം. നാം എത്ര ദൂരത്താണെങ്കിലും എൻ്റെ യേശുവിൻ്റെ കണ്ണ് എന്നെ കാണുന്നുണ്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയി ഞാൻ കിടന്നാലും
അവിടെ അവൻ എന്നെ കാണുന്നുണ്ട്. എന്നെ കാണുന്ന യേശു. നിങ്ങൾ നോക്ക്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കഴിഞ്ഞ 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ആ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ആ ദേവാലയത്തിലെ പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ആരെ കണ്ടു എന്നാ പറഞ്ഞേ? ഒട്ടും നിവരുവാൻ കഴിയാത്ത ഈ സ്ത്രീയാണല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്നാലും അവിടെ ഒട്ടും നിവരുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഇവിടെ ഒട്ടും നിവരുവാൻ കഴിയാത്ത, ഇവിടെ ആരെങ്കിലും ഒട്ടും നിവരുവാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണില്ല കേട്ടോ. ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് പോയി വീട്ടിൽ പോയി ഒന്ന് കുനിഞ്ഞു നോക്കണം. ഒട്ടും നിവരുവാൻ കഴിയില്ല. അവളെ ആ ആൾക്കൂട്ടത്തിൽ കാണത്തില്ല, അവളുടെ മുഖം കാണത്തില്ല. ഈ ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നത് സ്ത്രീയോ പുരുഷനോ ഇതൊന്നും അറിയില്ല. പക്ഷേ ക്രിസ്തു അവളെ കണ്ടു. വളരെ ആവശ്യബോധത്തോടുകൂടെ ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നവൾ, നിന്ദനവും പരിഹാസവും ഒക്കെ ഏറ്റവൾ, ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ എന്റെ കണ്ണവളെ കണ്ടു. അപ്പോൾ നമുക്കും പറയാൻ കഴിയണം, എന്നെ കാണുന്നവൻ, അല്ലേ, എന്നെ കാണുന്നവൻ എൻ്റെ യേശുവാണ്. മറ്റാരേക്കാളും ഉപരിയായി, ഈ ലോകത്തിൽ ഇന്ന് മറ്റാരേക്കാളും ഉപരിയായി എന്നെയും എൻ്റെ ജീവിത അവസ്ഥകളെയും കാണുന്നവൻ അവൻ യേശു മാത്രമാണ്. യേശു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മാത്രമാണ്. മറ്റാരെക്കാളും എന്നെ വ്യക്തമായി കാണുന്നവൻ എൻ്റെ യേശുവാണ്. പടക് പല നാഴിക ദൂരത്തായിരിക്കുന്നു, എന്നാൽ എൻ്റെ യേശുവിൻ്റെ കണ്ണ് അത് കണ്ടു. നിങ്ങൾ വീണ്ടും നോക്കണം, എൻ്റെ യേശു അവൻ മരണത്തെ അഭിമുഖീകരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുവാൻ തയ്യാറെടുക്കുകയാണല്ലേ. മരണത്തെ അഭിമുഖീകരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് അവൻ വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ രാത്രിയിൽ ഇവർക്കാരെങ്കിലും സഹായത്തിനുണ്ടോ? കാറ്റ് പ്രതികൂലമായിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഇവരെ സഹായിപ്പാൻ ഈ രാത്രിയിൽ ആരുമില്ല. എന്നാൽ ഈ രാത്രിയിലും ഇവർക്ക് വേണ്ടി കരുതുന്ന എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം, ആരും എന്നെ കരുതുവാനില്ലാത്തപ്പോൾ, ആരും എൻ്റെ അടുത്തേക്ക് വരുവാനില്ലാത്തപ്പോൾ, എൻ്റെ അടുത്തേക്ക് വരുന്നവൻ്റെ പേരാണ് ക്രിസ്തു. ആരും എൻ്റെ അടുത്തേക്ക് വരാനില്ലാത്തപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നവൻ എന്നെ കരുതുന്നവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്, എന്നെ പരിപാലിക്കുന്നവനാണ്. നിങ്ങൾ നോക്കണം, വീണ്ടും യേശു എന്താ ചെയ്യുന്നത്? ഇവരെ സഹായിക്കാൻ ഒരു സാധാരണ വഴിയിലൂടെയുള്ള സഞ്ചാരമാണോ? അല്ല. Even Christ is ready to take an unusual way to save the disciples. സാധാരണ വഴിയിലല്ല യേശു പ്രവർത്തിച്ചത്. അവിടെ ഒരു അസാധാരണമായ വഴിയാണ്. ദി അൺയൂഷ്വൽ വേ. എന്താ ആ അൺയൂഷ്വൽ വേ? ആ പടകിൻ്റെ അടുത്തേക്ക്
ആ വെള്ളത്തിൽ കൂടെ നടന്ന് അവൻ അവരുടെ അടുത്തേക്കെത്തി. ദാറ്റ് ഈസ് ദി അൺയൂഷ്വൽ വേ. ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ, ആരും കരുതാനില്ലാത്തപ്പോൾ എൻ്റെ യേശു എന്നെയും നിങ്ങളെയും കരുതുന്നവനാ, എൻ്റെ അടുത്തേക്ക് വരുന്നവനാ. അവനൊരിക്കലും ദൂരെ മാറി നിൽക്കുന്നവനല്ല. ഞാൻ വെൺമണി പ്രദേശത്ത്, വെൺമണി സെഹിയോൻ മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത അവസരത്തിൽ അവിടെ ചെന്ന് ആദ്യ 6 മാസം കഴിഞ്ഞു. അപ്പോൾ കുവൈറ്റിൽ നിന്നും വന്ന ആ ഇടവകയിലെ ഒരംഗം എന്നെ കാണുവാൻ വന്നു. ഏകദേശം പ്രായം 65 മുകളിലുണ്ട്. റിട്ടയർ ചെയ്തൊക്കെ പോരേണ്ട ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട് ആ കമ്പനി വിടുന്നില്ല. അദ്ദേഹം എൻ്റെ പാസനേജിലേക്ക് കടന്നു വന്നു. പാസനേജിലേക്ക് കടന്നു വന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് ഊരിയിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഈ ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കോ, ഈ പാസനേജ് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ ഈ പാസനേജിൽ ചെരുപ്പിട്ട് കയറിക്കൊള്ളൂ. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞാൻ ഇരിക്കാൻ പറയുന്നതിന് മുൻപേ അദ്ദേഹം ഇരുന്നു. ലക്ഷങ്ങൾ മാസ ശമ്പളം മേടിക്കുന്ന ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരനുഭവം പറഞ്ഞു. വളരെ ദാരിദ്ര്യമുള്ള ഒരു സമയം, 6 ആൺമക്കളുള്ള ഒരു ഭവനം, 4 പെൺമക്കളുള്ള ഭവനം, 6 4 10 മക്കൾ. പിതാവ് ഒരു കൃഷിക്കാരൻ മാത്രം. എങ്ങനെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കും? ഇദ്ദേഹം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് സ്കൂളിലേക്ക് പോയ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ കാലിൽ ഒരു കുപ്പിച്ചില്ല് കയറി. വലിയ മുറിവ്. ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടു. ഇനിയും സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒരു ചെരുപ്പ് വേണം. ചെരുപ്പ് മേടിക്കാനുള്ള സാമ്പത്തികം ആ ഭവനത്തിനില്ല, മാതാപിതാക്കൾക്കില്ല. അതുകൊണ്ട് രാവിലെ പിതാവ് അവനെ തോളിലെടുത്തുകൊണ്ട് ആ വെൺമണി സ്കൂളിൽ അവൻ പഠിക്കുന്ന ക്ലാസ്സിൽ കൊണ്ടിരുത്തും. ഉച്ചയ്ക്ക് ചോറും അവിടെ കൊണ്ട് കൊടുക്കും. വീണ്ടും തിരിച്ച് പിതാവോ അല്ലെങ്കിൽ മാതാവോ ഈ മകനെ തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ യാത്രയിൽ അവനെപ്പോഴും അമ്മയോടും അപ്പനോടും ചോദിക്കും, എന്നാ അമ്മേ എനിക്കൊരു ചെരുപ്പ് വാങ്ങിത്തരുന്നത്, എന്നാ എനിക്കൊരു ചെരുപ്പ് വാങ്ങിത്തരുന്നത്. ചെരുപ്പ് വാങ്ങാനുള്ള സാമ്പത്തികമില്ല. അരി വാങ്ങി കഞ്ഞി വയ്ക്കാനുള്ള ആ സാമ്പത്തികം പോലും ആ ഭവനത്തിനില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഞങ്ങളുടെ വീട്ടിലായിരിക്കും. അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ആലപ്പുഴയിൽ ഒരു ചകിരി മെത്ത ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പിന്നീട് ജോലിക്ക് ചേർന്ന ഉണ്ണിമേനോൻ എന്ന മനുഷ്യൻ ആ ആഴ്ചയിൽ ആലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെരുപ്പ് മേടിച്ചു. അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടി, അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടിയാണ് മേടിച്ചത്.
എന്നാൽ അദ്ദേഹം മേടിച്ചു കൊണ്ടുവന്ന് ആ ചെരുപ്പ് ഉണ്ണിമേനോൻ്റെ മകൻ്റെ കാലിലിട്ടപ്പോൾ അത് വലിയതാണ്, തൻ്റെ മകന് ചേരില്ല. അപ്പോഴാണ് അദ്ദേഹം ഈ കാഴ്ച കണ്ടത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ചെരുപ്പുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ മകന് കൊടുക്കണം, അപ്പനോട് പറഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിലെത്തി ഉണ്ണിമേനോൻ താൻ ആലപ്പുഴയിൽ നിന്ന് മേടിച്ച ആ ചെരുപ്പ് ഈ പിതാവിൻ്റെ കൈവശം കൊടുത്തു. എന്നിട്ട് ഈ പിതാവ് ഉണ്ണിമേനോൻ്റെ സാന്നിധ്യത്തിൽ ഈ കാലുകളിൽ മുറിവേറ്റ എൻ്റെ മുൻപിൽ നിൽക്കുന്ന കുവൈറ്റിൽ ജോലിയുള്ള അനേക ലക്ഷങ്ങൾ മാസം ശമ്പളം മേടിക്കുന്ന ആ കുഞ്ഞിൻ്റെ കാലിലേക്ക് ഇട്ടുകൊടുത്തു. നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ കാലിന് പാകമായതാണ്, ആ കറക്റ്റ് സൈസാണ്. ഉണ്ണിമേനോൻ പറഞ്ഞു, ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. Christ is working in unusual ways. സാധാരണ വഴികളിലല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അസാധാരണമായ വിധത്തിൽ ഒരു ഉണ്ണിമേനോൻ്റെ ആ മനസ്സ്, ഉണ്ണിമേനോൻ്റെ വീട്, ഉണ്ണിമേനോന് മകന് വേണ്ടി മേടിച്ച ചെരുപ്പ് എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ അവൻ്റെ ആവശ്യത്തിന്, അവൻ്റെ കാലിൽ ചേരുന്ന പാകത്തിന് ലഭിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് ഈ 65 വയസ്സിന് മുകളിലുള്ള ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ്. എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികൾ, എത്ര അസാധാരണമായ വഴികളിൽ കൂടി എൻ്റെ ദൈവം എന്നെ നടത്തിയിരിക്കുന്നു. Christ is leading my life in unusual ways. സ്തോത്രം, സ്തോത്രം ചൊല്ലണം. നിങ്ങളെയൊക്കെ എത്രയോ തവണകളിൽ അവൻ അതിരില്ലാതെ സ്നേഹിച്ചു. അവൻ്റെ വഴികൾ എത്ര അത്ഭുതകരമാണ്. അവൻ കടലിൽ ആ വെള്ളത്തിൽ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. വീണ്ടും പറയട്ടെ, Christ is giving his presence in the most unexpected moments of our life. ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ യേശു അവൻ്റെ സാന്നിധ്യം നൽകുന്നവന്. Christ is giving his presence in the most unexpected moments of our life. ഒരിക്കലും പ്രതീക്ഷിക്കാനില്ല. ആരാ ഈ രാത്രിയിൽ ഇവിടെ വരുന്നത് സഹായിക്കാൻ? ആരും വരില്ല. നോക്ക്, മഗ്ദലന മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ വന്നതാണ്. കല്ലറയിൽ നോക്കി സുഗന്ധലേപനം നടത്താൻ വേണ്ടിയാണ്. യേശുവിൻ്റെ ശരീരം അവിടെയില്ല. ഒരിക്കലും അവൾ യേശുവിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുമില്ല. അവളുടെ കണ്ണുകൾ അവളുടെ മുൻപിൽ നടക്കുന്നതൊന്നും യഥാർത്ഥമായി കാണുവാൻ തക്കവണ്ണം സാധ്യമല്ലാതായിരിക്കുന്നു. യേശുവിൻ്റെ ശരീരം അവിടെയില്ല. സാധാരണയൊക്കെ അങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതത്തിലും തകർച്ചകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് കാണുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യം. അവൾ കരുതി യേശുവിനെ ആരോ എടുത്തു കൊണ്ടുപോയിരിക്കുന്നു. തൻ്റെ മുൻപിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവൻ തോട്ടക്കാരനാണെന്ന് കരുതി അവനോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ പറയുക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം. എന്ത് ധൈര്യമാണ്! ഒരിക്കലും അവൾ ആ യേശുവിനെ അവിടെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ
മറിയേ എന്ന് സ്വന്തനമായി അവളെ വിളിച്ചപ്പോൾ അവൾ പറയുകയാണ്, റബ്ബൂനി, ഗുരു. എന്ത് ശക്തമാ അത്! ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ, in the most unexpected moments of our life, Christ gives his presence. തണ്ടു വലിച്ച് തളർന്നിരിക്കുന്ന ശിഷ്യന്മാർ, ഫേസിംഗ് ഡെത്ത്. അതുമാത്രമാണോ, യേശുവിനെ അവിടെ കണ്ടപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്താ? അത് ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, മൈ ജീസസ് gives courage and encouragement and strengthening the disciples who were perplexed in their life. അവർ ഭയന്നു, അവർ നിലവിളിക്കുന്നു. They were crying and they were afraid of. ഭൂതമാണെന്ന് കരുതി പേടിച്ചുപോയി. In the perplexed moments of our life, he gives his presence. അവൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെടുക, ഞാനാണ്. Christ is giving his courage, his encouragement, and he is strengthening the disciples. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, ഒരു കാര്യം, നീ ആകുന്നുവെങ്കിൽ ഞാനും നിന്റെ അടുത്തേക്ക് വരേണ്ടതിന് കൽപ്പിക്കണം. വരാൻ പറഞ്ഞു. ആ പടകിൽ നിന്ന് അവൻ കാലെടുത്തു, യേശുവിനെ നോക്കി യാത്ര ചെയ്തു. യേശു നടന്നതുപോലെ പത്രോസും ആ വെള്ളത്തിന്മേൽ നടന്നു. പക്ഷേ ഉയർന്നു വരുന്ന തിരമാലകളിലേക്ക് യേശുവിൻ്റെ മുഖത്ത് നിന്ന് അവൻ്റെ കണ്ണു മാറിയപ്പോൾ അവൻ ഭയന്നുപോയി. ഇതാണ് നമുക്ക് പറ്റുന്ന പരാജയം. എവിടെയാ പരാജയം? യേശുവിന്റെ മുഖത്ത് നിന്ന് നമ്മുടെ കണ്ണുകൾ എപ്പോൾ നാം മാറ്റുന്നു, അപ്പോൾ അപകടമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രിയ വിശ്വാസ സമൂഹമേ, നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ ഒന്നേ പറയാനായിട്ടുള്ളൂ, അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നാം യാത്ര ചെയ്യണം. എൻ്റെ യേശുവിൻ്റെ മുഖം മാത്രം, എൻ്റെ യേശുവിൻ്റെ മുഖം മാത്രം, ആ യേശുവിൻ്റെ മുഖം മതി. അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുന്നു, അവരുടെ മുഖം ലജ്ജിച്ചു പോകുന്നതുമില്ല. ലജ്ജിപ്പിക്കാതെ നിർത്തുന്ന എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം കേട്ടോ. പറഞ്ഞു, നീ വരിക. Christ, who is satisfying the desire of my heart. പത്രോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിവർത്തിച്ച യേശു. പക്ഷെ പത്രോസിനാണ് തെറ്റുപറ്റിയത്. യേശുവിന്റെ മുഖത്തേക്കുള്ള അവന്റെ ആ കണ്ണുകളുടെ നോട്ടം മാറി ഉയർന്നു വരുന്ന തിരമാലകളിലേക്ക് പോയപ്പോൾ അവൻ ഭയന്നു, മുങ്ങിപ്പോവുകയാണ്. ഉടനെ പറഞ്ഞു, നാഥാ രക്ഷിക്കണമേ. അവന്റെ നിലവിളിയാണ്. ഉടനെ എന്താ ചെയ്യുന്നത്? The outstretched hands of Jesus holding the people who are helpless and who are crying. The outstretched hands of Jesus. എന്തിനു വേണ്ടിയാ? നിലവിളിക്കുന്നവരെ കൈപിടിച്ചു രക്ഷിക്കുവാനാ. അതിനുവേണ്ടി മാത്രമാ അവൻ കൈ നീട്ടുന്നത്. വേദപുസ്തകത്തിൽ യേശു എവിടെയൊക്കെ കൈ നീട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ നിലവിളിക്കുന്ന മനുഷ്യന്റെ മുൻപിലാണ് അവൻ കൈ നീട്ടിയത്. അവൻ ഉയരങ്ങളിൽ നിന്ന്
കൈ നീട്ടി എന്നെ രക്ഷിക്കുന്നു. ഈ അനുഭവം ദാവീദ് അനുഭവിച്ചു. അതുകൊണ്ട് 40-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പാടി: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേച്ചിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. ഒരു പുതിയ പാട്ട് എന്റെ നാവിൽ അവൻ തന്നു, അത് അവന് വേണ്ടി പാടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് വേണ്ടി പാടുവാൻ. The outstretched hands of Jesus saving our life. ഞാൻ നിർത്താൻ പോവുകയാണ്. നീട്ടപ്പെട്ട യേശുവിന്റെ, ഈ നീട്ടപ്പെട്ട യേശുവിന്റെ കരങ്ങൾ, അതുമാത്രമാണ് നമുക്ക് ആശ്രയം. ലോകത്തിൽ എന്തെല്ലാം ആശ്രയമുണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് മാറും. കഴിഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ നവംബർ മാസം 17-ാം തീയതി വെല്ലൂർ ഹോസ്പിറ്റലിൽ നമ്മുടെ സുഖമില്ലാതെ ഇരിക്കുന്ന ഒരച്ഛനെ കാണുവാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ആ വെല്ലൂർ ഹോസ്പിറ്റലിൽ അച്ഛനെ കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വളരെ ആരോഗ്യ ദൃഢഗാത്രരായ 5 പേർ ഒരു മുറിയുടെ മുൻപിൽ നിന്നുകൊണ്ട് വളരെ ദുഃഖാർത്ഥമായ മുഖവുമായി നിൽക്കുന്നു. ഞാൻ അവരെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു. അവരും എന്നെ നോക്കി ചിരിച്ചു. അതിൽ ഒരാൾ, തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമോ? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അവർ പറഞ്ഞു, കോഴിക്കോട്ട് നിന്ന്. ആരോഗ്യ ദൃഢഗാത്രരായ 5 പേർ ആ മുറിയുടെ മുൻപിലുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? കോഴിക്കോട്ട് നിന്ന്. ഞാനും പറഞ്ഞു, ഞാനും കോഴിക്കോട്ട് നിന്നാണ്. എൻ്റെ അരമന കക്കോടിയിലാണ്. അപ്പോൾ അവർക്ക് സന്തോഷമായി. വളരെ ഒരു സൗഹൃദം അവിടെ സ്ഥാപിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ സഹോദരന്മാരാണ്. കോഴിക്കോട് ഉന്നതമായ രീതിയിൽ ബിസിനസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഈ 2 സഹോദരന്മാർ സൗദിയിൽ ബിസിനസ് നടത്തുന്നവരാണ്. ഞങ്ങൾ മക്കൾ 6 പേരാണ്, 6 ആൺമക്കൾ. അതിൽ 4-മത്തവൻ ന്യൂറോ സർജറിയിൽ ഉന്നതമായ ബിരുദമെടുത്ത് ലണ്ടനിൽ ഒരു ഉന്നതമായ ഹോസ്പിറ്റലിൻ്റെ ചുമതലയിലാണ്. ന്യൂറോ സർജനാണ്. അദ്ദേഹം അവധിക്ക് നാട്ടിൽ വന്നു. 3 വർഷത്തിന് ശേഷമാണ് ഈ ഡോക്ടർ വീട്ടിൽ വന്നിരിക്കുന്നത്. വളരെ സന്തോഷമായിരുന്നു. ഈ ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങൾ സഹോദരന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. എന്നാൽ 2 ദിവസത്തിന് മുൻപ് ഇവൻ ഉറങ്ങാൻ കിടന്നു. ഞങ്ങളെല്ലാം ആ ഭവനത്തിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. ഒരുമിച്ച് ഞങ്ങളുടെ ആ കൂട്ടായ്മ കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയൻ താമസിക്കുന്ന വീട്ടിലാണ് ഇവനും അന്ന് താമസിച്ചത്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റില്ല. ജീവനുണ്ട്, പക്ഷേ എഴുന്നേൽക്കില്ല. അവൻ്റെ ബ്രെയിനിന് എന്തോ സാരമായ തകരാറ് സംഭവിച്ചു. ഞങ്ങൾ ഉടനെ ഈ ആസ്പത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു.
എന്നിട്ട് മൂത്ത സഹോദരൻ ഏകദേശം 70-നോടടുത്ത് പ്രായമുണ്ട്, ആരോഗ്യ ദൃഢഗാത്രനാണ്. അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ അനന്തമായ സമ്പാദ്യങ്ങളുണ്ട്, ഈ സമ്പാദ്യങ്ങളൊക്കെ തരാം. ഞങ്ങളുടെ ഈ സഹോദരനെ ഈ കിടപ്പിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നടത്തി തരുവാൻ കഴിയുമോ? അനന്തമായ സമ്പാദ്യം ഞങ്ങൾക്കുണ്ട്, എന്നാൽ ഈ സഹോദരനെ ഈ കിടക്കയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നടത്തി തരാമോ? അനന്തമായ സമ്പാദ്യങ്ങൾ